നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാന അപകടം ഉണ്ടാകുന്ന ഒരു വാർത്ത തന്നെയാണ് അത് രാവിലെ തന്നെ വന്നിരിക്കുന്നത്. വളരെ വേദന ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. കെനിയയിൽ നിന്ന് ലൂയിസ് വില്ല മുഹമ്മദ് അലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫിനിടെ കാർഗോ വിമാനം തകർന്നു വീണ 7 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട വിമാനം ഒരു വ്യവസായ മേഖലയിലേക്ക് ഇടിച്ചിറങ്ങിയതിനെ തുടർന്ന് പ്രദേശത്ത് വലിയ തോതിലുള്ള അഗ്നിബാധയാണ് ഉണ്ടായത്. മരണസംഖ്യ ഇനിയും വർദ്ധിച്ചേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രാദേശിക സമയം ചൊവ്വാഴ്ച വൈകുന്നേരം 5:15 മാക്ഡൊണാൾഡ് ഡഗ്സൽ MD 11 കാർഗോ വിമാനം അപകടത്തിൽപ്പെട്ടത്. ഹൊണോലുലുവിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ 3 ക്യാബിൻ ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. മൂവരും അപകടത്തിൽ മരണപ്പെട്ടതായി കെന്റക്കി ഗവർണർ ആൻഡ്രൂ ഗ്രഹാം ബഷീർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിമാനം തകർന്നു വീണ കെട്ടിടങ്ങളിൽ ജോലി ചെയ്തിരുന്നവരിൽ നിന്നും 2 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായും ഗവർണർ അറിയിച്ചു. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ അപകടകരമായ കാർഗോയൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിമാനം ഇടിച്ചിറങ്ങിയ വ്യവസായ മേഖലയിൽ ഉണ്ടായിരുന്ന നിരവധി കെട്ടിടങ്ങൾക്ക് തീപിടിച്ചിട്ടുണ്ട്. ഒരു ചിറകിൽ തീപിടിച്ച നിലയിൽ കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചിറക്കിയ വിമാനം അഗ്നിഗോളമായി മാറിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുമ്പോൾ ഗുരുതരമായി പരിക്കേറ്റ കൂടുതൽ പേരെ കണ്ടെത്താൻ സാധ്യതയുണ്ടെന്നും വിവരമുണ്ട്. അങ്ങനെ കണ്ടെത്തുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഗവർണർ വിശദീകരിച്ചു. അപകടത്തിൽപ്പെട്ട MD-11 ഫ്രൈറ്റർ വിമാനത്തിന് 34 വർഷത്തെ പഴക്കമുണ്ട്. UPS 2006 ഈ വിമാനം സർവീസിന് ഉപയോഗിച്ചു തുടങ്ങിയത്. സുരക്ഷാ വീഴ്ചയെ തുടർന്ന് ബോയിംഗ് MD-11 വിമാനങ്ങളുടെ നിർമ്മാണം നിർത്തിവച്ചിരുന്നു. അപകട ദിവസം ലൂയിസ് വില്ലയിൽ നിന്ന് ബോൾട്ടിമോറിലേക്ക് പോയി തിരിച്ചെത്തിയ ശേഷമാണ് ഈ വിമാനം ഹൊണോലുലുവിലേക്ക് പറന്നുയരാൻ തയ്യാറെടുത്തത്. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ ഏകദേശം 175 അടി ഉയരത്തിൽ പറന്ന വിമാനം 184 നോട്ടിക്കൽ മൈൽ വേഗത്തിലെത്തിയ ശേഷം പെട്ടെന്ന് കുത്തനെ താഴേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയിലെ ലൂയിസ് വില്ലെ വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ദുരന്തം കെൻഡറയിലെ വ്യവസായ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന അയ്യോ ദൈവമേ എന്ന് പോലും വിളിച്ചു പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണുമ്പോൾ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. സത്യത്തിൽ ഇത് 7 പേരായി മരണസംഖ്യ കുറഞ്ഞെങ്കിൽ വലിയൊരു ദുരന്തത്തിൽ നിന്നും ഇത്രയും മരണസംഖ്യയിൽ കുറഞ്ഞതിൽ ആശ്വസിക്കാമെന്നൊരു ചെറിയ ഒരു വാർത്തയുണ്ട്. പക്ഷേ അപ്പോഴും ഗവർണർ അടക്കമുള്ളവർ പറയുന്നത് ഒരുപക്ഷെ ഈ വിമാനം മാറ്റിക്കഴിയുമ്പോൾ അതിനടിയിൽ ഗുരുതരമായി പരിക്കേറ്റവരെ ഇനിയും കാണാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കാരണം വ്യവസായ മേഖലയിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പണിയെടുത്തിരുന്ന നിരവധി ആളുകളെ കാണാനില്ല എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. 2 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. എന്തായാലും 7 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ സംഭവിക്കുമ്പോഴും ഹൈദരാബാദ് വിമാന അപകടമാണ് നമുക്ക് ഇപ്പോഴും മനസ്സിൽ വരുന്നത്. ഹൈദരാബാദ് വിമാന അപകടം നടന്നിട്ട് ഏകദേശം 4 മാസം പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ആ ജീവൻ രക്ഷപ്പെട്ട ഒരാളുടെ നില ഇപ്പോഴും ഒരു വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഹൈദരാബാദ് വിമാന അപകടവും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. ഉയർന്ന വിമാനം പൊടുന്നനെ തന്നെ അപകടത്തിൽപ്പെട്ട് ഒരു തീഗോളമായി മാറുന്നു. അതും ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് ഇടിച്ച വിമാനം തകർന്നു വീണത്. അനവധി ആളുകൾ ഏകദേശം 265ഓളം ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന അപകടവും വിമാന ദുരന്തമായി മാറിയ ആ ഒരു സാഹചര്യം, ആ ഒരു അവസ്ഥ എന്താണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതാണ്. 2 മലയാളികൾ അടക്കമുള്ളവർ മരണപ്പെടുന്ന സാഹചര്യവും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരിടയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിമാന അപകടങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ അയ്യോ ദൈവമേ എന്ന് അറിയാതെയെങ്കിലും പറഞ്ഞു പോകും. തീർച്ചയായിട്ടും ഇത്തരം അപകടങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.